I greet you all the sweet and matchless name of our Lord and Savior, Jesus Christ, who is coming very soon. Thank you, Pastor Sam Thomas, for your kind words. We also give thanks to Church Secretary Biju George to arrange this slot for me in this prayer meeting. My friend Biju P. Sam in this meeting. കൂടി അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ കുടുംബമായിട്ടുള്ളത് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിൽ പഠിക്കുവാൻ ദൈവം കൃപ നൽകി. കുടുംബത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. Though we are in different countries and different situations, but in the presence of God, we are experiencing the same distance. According to government instruction, we are keeping social distance and physical distance. ഇന്നലെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം 13,628 കിലോമീറ്റർ, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡിസ്റ്റൻസിലാണ് ഞാൻ നിങ്ങളായിരിക്കുന്നത്. I am feeling a good morning this day. At the same time, you are feeling a good evening. According to the context, we are facing different kinds of barriers. We are communicating through social media. If we study the course communication, we can see different kinds of barriers we are facing. Today also we may face mechanical barriers or technological barriers. But God will control this program. For today's short meditation, let us turn our attention to Philippians chapter 4, verses 1, then 4 to 7. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യവും വീണ്ടും 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. Therefore, my brothers and sisters, you whom I love and long for, my joy and crown, stand firm in the Lord in this way, dear friends. For onwards, rejoice in the Lord always. I will say it again, rejoice. Let your gentleness be evident to all. The Lord is near. Do not be anxious about anything, but in every situation, by prayer and petition, with thanksgiving, and your minds in Christ Jesus. വളരെ പരിചിതമായ വേദഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായി ദൈവാത്മാവിൽ പ്രചോദിപ്പിച്ചത്. If I give a title to my sermon, that will be like this: how can we lead a victorious life in this pandemic context? പകർച്ചവ്യാധി പശ്ചാത്തലത്തിൽ വിജയപ്രദമായി എങ്ങനെ ജീവിതം നയിക്കുവാൻ സാധിക്കും? നമുക്കറിയാം, COVID-19 ഡേ ബൈ ഡേ വർദ്ധിക്കുന്നു. ഒരു രാജ്യവും സേഫ് സോൺ ആയിട്ടില്ല. ഈസ്റ്റേൺ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലും എസ്പെഷ്യലി
ഇന്ത്യയിലും ഒക്കെ അത് വളരെ ഭീകരമായ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. In this context, let me reflect some ideas from this topic. In New Testament, we can see that 4 letters that are known to us prison epistles, especially Ephesians, Philippians, Colossians, and Philemon. Apostle Paul wrote this letter to Philippian church from Roman prison around AD 61. റോമിലെ കാരാഗ്രഹത്തിൽ നിന്നാണ് ഈ ലേഖനം ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നത്. കഴിഞ്ഞ ദിവസം ആരാണ് പറഞ്ഞു, പക്ഷേ ഒരു ലോക്ക്ഡൌണിൽ കിടക്കുന്ന പ്രതീതി വളരെ ബുദ്ധിമുട്ടാണ്, എന്ന പോലെയാണ്. വളരെ വ്യത്യാസമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ താൻ ഫിലിപ്പിയ കാരാഗ്രഹത്തിലായിരിക്കുന്നു. ദിസ് ഈസ് എ താങ്ക്സ് ഗിവിംഗ് ലെറ്റർ. ഇതൊരു നന്ദി പ്രമേയമായി എഴുതുന്ന ഒരു ലെറ്ററാണ്. തന്റെ ആവശ്യഘട്ടത്തിൽ സഹായിച്ച സഭയ്ക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ഈ ലേഖനം കൊണ്ട് അർത്ഥമാക്കുന്നത്. This church was founded in his second missionary journey. This was the first Christian church in European continent. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ നടന്ന കാര്യങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. 3 persons came to Christ. First one is Lydia. ഒന്നാമതായി ലുദിയ ദൈവഭാഗത്ത് കടന്നു വന്നു. നമുക്കറിയാം, പ്രാർത്ഥനാ സ്ഥലം ഉണ്ടെന്ന് ചിന്തിച്ച് അവർ പോയപ്പോൾ റിവർ സൈഡിൽ എത്തുന്നു. അവിടെ ചില സ്ത്രീകളെ കാണുന്നു. In my childhood, I thought, why Lydia came there? ചിലപ്പോൾ വസ്ത്രം കഴുകാനോ മറ്റാന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലായത്, the ladies came there for prayer. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ആ സഹോദരിമാര് അവിടെ വന്നത്. മായ സ്ത്രീകളെ കാണാൻ സാധിക്കും. തിമോത്തിയോസിന്റെ വല്യമ്മയും അമ്മയും ഒക്കെ ഭക്തി കീപ്പപ്പ് ചെയ്ത വ്യക്തിത്വങ്ങളാണ്. ഇവിടെ നോക്കുക, പോളിന്റെ പ്രീച്ചിങ്ങിനോട് വളരെ റെസപ്റ്റീവായി പ്രതികരിക്കുന്ന ലിഡിയെ കാണുവാൻ സാധിക്കും. ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നു. ഒന്നാമതായി ആ സഭയുടെ അംഗമായി തീരുവാൻ, ഫിലിപ്പിയ സഭയുടെ അംഗമായി തീരുവാൻ ലുദിയയ്ക്ക് കഴിഞ്ഞു. She was a dealer in purple clothes. ഒരു ബിസിനസ് പ്രൊഫഷനിൽപ്പെട്ട വ്യക്തിത്വമായിരുന്നെങ്കിലും ദൈവഭാഗത്താര്യം കടന്നു വന്നു. She was from Jewish background. Secondly, we can see a female slave girl came to Christ. ഈ പൗലോസും സൈലസൊക്കെ പോകുമ്പോൾ, പ്രാർത്ഥന സ്ഥലത്തേക്ക് പോയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞ ഒരു ഫ്രേസ് ഉണ്ട്, these men are servants of the most high God who are telling you the way to be saved. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം പ്രഘോഷിക്കുന്നവർ. ഒരിക്കൽ ഒരു പുതിയ സ്ഥലത്ത്, ന്യൂ പ്ലേസ്, നമ്മളെ ആരെങ്കിലും അറിയാമെന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. എന്നാൽ പൗലോസ് അവിടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേദാണ് മനസ്സിലാക്കുന്നു. He's discerned that spirit. He rebuked that spirit. ആ ദുരാത്മാവിനെ ശാസിക്കുന്നു. അവൾ ദൈവഭാഗത്ത് കടന്നു വരുന്നു. എന്നാൽ ഈ വെളിച്ചപ്പാട് അറിയിച്ച, ലക്ഷണം പറഞ്ഞ
ഈ വ്യക്തിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായപ്പോൾ, അതുമൂലം ആദായം ലഭിച്ച പലർക്കും ബുദ്ധിമുട്ടായപ്പോൾ ഇവരെ പിടിച്ച് ജയിലിടുന്ന കാര്യം നമുക്കറിയുവാൻ സാധിക്കും. രണ്ട് കാര്യത്തിനാണ് അവരുടെ മേൽ കുറ്റം വിധിച്ചത്. ഫസ്റ്റ് വൺ, these men are Jews and throwing our city into an uproar. സുവിശേഷം നിമിത്തം യഹൂദന്മാരായ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. Secondly, we can see in verse 21, Acts 16:21, by advocating customs unlawful for Romans to accept or practice. റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു. എന്താ സംഭവിച്ചത്? പൗലോസിനെയും ശീലാസിനെയും ആമത്തിലിട്ട് പൂട്ടുന്നു. പക്ഷേ അവരുടെ മേൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തിയെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Suddenly there was such a violent earthquake that the foundations of prison were shaken. At once all the prison doors flew open and everyone's chains came loose. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. അവിടെ മേൽ ബന്ധിച്ച ചെയിൻസ്, ചങ്ങല അടിഞ്ഞു മാറി. നോക്കിയ കാരാഗ്രഹ പ്രമാണ ഉത്തരവാദിത്വം വളരെ വലിയ ഉത്തരവാദിത്വമാണ്. താൻ ചിന്തിച്ചു എല്ലാ തടവുകാരും രക്ഷപ്പെട്ട് കാണും, അല്ലെ രക്ഷപ്പെടും. We know the life of a prisoner. They are eagerly waiting for freedom. കേരളത്തിലെ ചില ജയിലുകളിൽ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ കാണുവാൻ കഴിഞ്ഞത്, പലർക്കും പരോൾ കൊടുക്കുവാൻ പോകുന്നു കൊറോണ കോൺടസ്റ്റിൽ. പല ജയിൽ പുള്ളികളും പരോൾ ലഭിക്കാൻ വേണ്ടി വ്യാജമായി ചുമച്ചു കാണിക്കുന്നു, കൊറോണ കാണിക്കാൻ. ഇവിടെ നോക്കുമ്പോൾ പൗലോസ് പറയുന്നു, ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ച കാരാഗൃഹപ്രമാണി പറയുന്നു, Paul shouted, "Don't harm yourselves, we are all here." നീ അക്രമൊന്നും ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഈ സഭയിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വ്യക്തിത്വമാണ് റോമൻ ജയിലർ. പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണം മൂലം, ജയിലിലെ സുവിശേഷ പ്രഘോഷണം മൂലം, അഥവാ ആ കോൺഗ്രസ് സുവിശേഷ പ്രഘോഷണം മൂലം ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേരുന്നു. റോമൻ പശ്ചാത്തലത്തിൽ നിന്ന് ആ വ്യക്തി ദൈവഭാഗത്ത് കടന്നു വരുന്നു. പൗലോസിന് ഈ ഫിലിപ്പിയ സഭയുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, പൗലോസിന്റെ മിഷൻ വേലയ്ക്ക് വേണ്ടി മിഷൻ സപ്പോർട്ട് അയച്ചു കൊടുത്ത ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. അതുകൊണ്ട് പൗലോസ് കൂടെ കൂടെ പറയുന്നുണ്ട്, നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ യുവർ പാർട്ണർഷിപ്പ് മൂലം ഞാൻ ഓർക്കുമ്പോഴൊക്കെയും നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായി വെക്കുമ്പോൾ എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. യു ടു ഷെയർ ഇൻ മൈ ട്രബിൾസ്. മക്കതോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ പോലെ ഒരു പ്രത്യേകമായ കൃപയാണ് ഈ ഫിലിപ്പിയ സഭയ്ക്കും ലഭിച്ചത്. കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ച സഭ. മാത്രമല്ല, മൂന്നാമതായി നോക്കുമ്പോൾ മാറ്റർ ഓഫ് ഗിവിംഗ് ആൻഡ് റിസീവിംഗ്, വരവ് ചെലവ് കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചു. വേറൊരു സഭയും കാണിക്കാത്ത ഒരു അവസ്ഥ ഈ സഭയ്ക്കുണ്ടായി. പൗലോസ് പറയും, നിങ്ങൾക്കറിയാമല്ലോ, യു നോ ദാറ്റ് മാറ്റർ. ഞാൻ ചിന്തിക്കുന്നു,
പൗലോസ് പ്രേക്ഷിത വേല ചെയ്യുമ്പോഴും ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. മൂന്നാമത്തെ മിഷണറി യാത്ര ട്വൈസ് ഹി വിസിറ്റഡ് ദാറ്റ് ചർച്ച്. തന്റെ പ്രേക്ഷിത വേല ട്രാൻസ്പെറന്റ് ആയിരുന്നു, സുതാര്യമായിരുന്നു. ഇന്നത്തെ പല സഭകൾക്കും പറ്റിയ പ്രശ്നം പറഞ്ഞാൽ മിഷൻ ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പല വിദേശ സഭകളും ഭാരത സുവിശേഷത്തിനായി സഹായിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ടൊറന്റോയിലെ സഭയും സഹായിക്കുന്നുണ്ടായിരിക്കുക. ഞാൻ നീട്ടുന്ന സഭകളൊക്കെ നോർത്തിന്റെ വേലയ്ക്ക് സഹായിപ്പാൻ തക്കവണ്ണം ദൈവകൃപ നൽകി. അടുത്ത റീസൺ ഈ സഭയെ സ്നേഹിപ്പാൻ കാരണം, while he was in jail, they sent one of their representatives to there. ജയിലിൽ കിടന്നപ്പോൾ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം എപ്പഫ്രാദോസിനെ അവിടെ അയക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിനെപ്പറ്റി ഫിലിപ്പിലെ 2-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ കാണുന്നു, മൈ ബ്രദർ, മദർ, co-worker and fellow soldier, who is also your messenger, who you send to take care of my needs. എത്ര മനോഹരമായിട്ടാണ് തന്നെപ്പറ്റി താൻ അവിടെ പറയുന്നു. 27-ാമത്തെ വാക്യത്തിൽ കാണുന്നു, indeed he was ill and almost died, but God had mercy on him. അവൻ രോഗബാധിതനായി തീർന്നു, ദൈവം കരുണ കാണിച്ച് സൗഖ്യമായി തീർന്ന ശേഷം ഇവൻ മടങ്ങി ഫിലിപ്പിയിലേക്ക് വരുമ്പോൾ തന്റെ കയ്യിൽ കൊടുത്തുവിടുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. Among scholars, they call these letters in different names. Some says this is a letter of joy. ഇത് സന്തോഷത്തിന്റെ ലേഖനമാണ്. Others call the letter of humility. ഇത് താഴ്മയുടെ ലേഖനമാണ്. ഏകദേശം 15 times സന്തോഷം എന്ന പദം ഈ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൽ കാണുന്നു താഴ്മയുടെ മൂർത്തിഭാവം, കെനോട്ടിക് തിയറി, യേശുക്രിസ്തുവിന്റെ താഴ്മ 2-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. The man become slave. God became man. ദൈവം മനുഷ്യനായി തീർന്നു. God become slave. ഒരു ദാസനായി തീരുന്നു. If we study chapter wise, we can see, we can divide it like this. First chapter, the commitment to die. മരിക്കുവാനുള്ള സമർപ്പണം. Second chapter, ത്യജിക്കുവാനുള്ള സമർപ്പണം. The third chapter, the commitment to declare. പ്രഘോഷിക്കുവാനുള്ള സമർപ്പണം. Fourth chapter, we can see the commitment to distribute. വിതരണം ചെയ്യുവാനുള്ള സമർപ്പണം. The time is going very fast. Let me cut short. ഇവിടെ നോക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ എങ്ങനെയായിരിക്കണം? സ്റ്റാൻഡ് ഫേം ഇൻ ദ ലോർഡ്. കർത്താവിൽ നിലനിൽപ്പി. We know that our world is facing a chaotic experience. കൊറോണ മൂലം നിലനിൽക്കുവാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിലാണ് ലോകമായിരിക്കുന്നത്. In Kerala, India, we are experiencing third stage of lockdown. 4-ാം ഘട്ടത്തിലേക്ക് ലോക്ക്ഡൌൺ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച പോലെ ഇന്ത്യയിലൊക്കെ ശക്തമായ പേമാരിയും കൊടുങ്കാറ്റൊക്കെ അടിക്കുന്നു. തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം, ഈ ലോകത്തിന് നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം. എന്നാൽ പ്രതിസന്ധി മധ്യേ നിലനിന്ന ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. തന്റെ മിഷണറി യാത്രയിൽ താൻ നേരിട്ട പ്രതിസന്ധികൾ
നമ്മൾക്ക് ഏവർക്കും വളരെ പരിചിതമാണല്ലോ. In 2 Corinthians chapter 1 verse 8 follow we can see, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളെല്ലാം മരിച്ചുയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ആശയിലെ ട്രബിൾസ്, പൗലോസ് ജീവനോടിരിക്കുമോ എന്ന് ഞങ്ങൾ സന്ദേഹിച്ചു, മരിക്കുമെന്ന് ഞങ്ങൾ നിർണയിച്ചു. ഒരുപക്ഷെ ആശയെല്ലാം പോയ അവസ്ഥ. ഇന്നും എത്രയോ ജനലക്ഷങ്ങൾ ക്വാറന്റൈനിലായിരിക്കുന്നു, എത്രയോ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിലായിരിക്കുന്നു, മരണത്തെ മുഖാമുഖം കണ്ടു ജീവിക്കുന്ന എത്രയോ പേർ ലോകരാജ്യങ്ങളായിരിക്കുന്നു. എന്നാൽ പൗലോസോട് പറയുന്ന ഒരു വേദഭാഗം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഏത് പ്രതിസന്ധിയിൽ നിന്നും ദൈവത്തിന് മാത്രമേ വിടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. He mentioned he has delivered us from such a deadly peril and he will deliver us again. On him we have set our hope that he will continue to deliver us. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാൽ വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സകലത്തിനും അധികാരമുള്ള സർവശക്തനായ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ഈ പാൻഡമിക് കോണ്ടസ്റ്റിൽ, COVID-19 കോണ്ടസ്റ്റിൽ ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആർക്കാ വിടുതൽ അനുഭവിക്കുവാൻ സാധിക്കും? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്. Those who trust in him. ആർക്കാ വിടുതൽ അനുഭവിക്കാൻ സാധിക്കുന്നത്? ദൈവകൃപ അനുഭവിക്കുന്നവർക്ക് മാത്രമേ വിടുതൽ അനുഭവിക്കുവാൻ, നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. Those who can experience God's grace can stand firm. അവർക്ക് മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പൗലോസിന്റെ ജീവിതം നമുക്കറിയാം. വെളിപ്പാട് ആദിക്ക് നിമിത്തം നിഗളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിലൊരു ശൂലം ദൈവത്തെ അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. സാത്താന്റെ ദൂതൻ തന്നെ കുത്തുകയാണ്. He prayed thrice, മാറിപ്പോകാൻ. പക്ഷെ ദൈവം പറഞ്ഞു, മാറ്റുകയല്ല, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാകുന്നു. അതുകൊണ്ട് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. ദൈവകൃപ അനുഭവിച്ചവർക്ക് ഏതിനെയും വൈത്തരണകളെയും തരണം ചെയ്യുവാൻ സാധിക്കും. I had a famous person's life. Is Beethoven. We know that person. Beethoven വെസ്റ്റേൺ മ്യൂസിക്കിലെ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് താൻ ജനിച്ചു വളർത്തപ്പെട്ടത്. 11ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ മ്യൂസിഷ്യനായി മാറി. ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾസ്, ചലഞ്ചസ് താൻ നേരിട്ടു. എന്നാൽ ദൈവകൃപയും ദൈവവിശ്വാസവുമാണ് തന്നെ നിർത്തിയത്. 45ാമത്തെ വയസ്സിൽ he lost his hearing. കേൾവി നഷ്ടപ്പെട്ടു. ഒരു പ്രഭാതത്തിൽ പിയാനോയുടെ കീ പ്ലേ ചെയ്തപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. താൻ ചിന്തിച്ചെന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ? താൻ പള്ളിയിലേക്ക് പോയി. പള്ളിയുടെ സൈഡിൽ കൂടെ നടന്നപ്പോൾ പള്ളിമണി ഞാൻ അടിക്കുന്നു കപ്പിയ. എന്നാൽ സൗണ്ട് കേൾക്കുവാൻ കഴിയുന്നില്ല. അതിനുശേഷം
ഒരു ബ്ലാക്ക് സ്മിത്തിനെ സന്ദർശിക്കുന്നു, കൊല്ലനെ സന്ദർശിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പിൽ കൂടം കൊണ്ട് കൊല്ലൻ ആഞ്ഞ് അടിക്കുമ്പോൾ വിധവയുടെ സൗണ്ട് കേൾക്കുവാൻ കഴിയുന്നില്ല. തനിക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലായി വളരെ മാനസിക സ്ട്രെസ്സിൽ കൂടി താൻ കടന്നുപോയി. ബട്ട് ദൈവം തനിക്ക് സ്പെഷ്യൽ ഡിവൈൻ ഗ്രേസ് കൊടുത്തു. തൽഫലമായിട്ടാണ് തന്റെ ഏറ്റവും ബെസ്റ്റ് സിംഫണി പുറത്തു വന്നത്, സിംഫണി 9 ഇൻ ഡി മൈനർ. ലോകപ്രസിദ്ധമായ ഏറ്റവും ബെസ്റ്റ് സിംഫണി രൂപപ്പെടുത്തിയെടുക്കുവാൻ ബീഥോവന് കഴിഞ്ഞത് കേൾവി ശക്തി നഷ്ടപ്പെട്ടപ്പോഴാണ്. ഹെലൻ കല്ലർ, ബദിരയും മൂകയും ഒക്കെ ആയിരുന്ന സ്ത്രീരത്നം, ദൈവശക്തി ബലഹീന ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ ലോകവ്യാപകമായി സഞ്ചരിച്ച് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവമക്കളെ, സഭയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ഐക്യതയിലാണ് നിൽക്കുന്നത്. എന്നാൽ കൊരിന്ത്യ ലേഖനം നോക്കുമ്പോൾ കൊരിന്ത്യ സഭയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫിലിപ്പിൽ 2-ാം അധ്യായത്തിൽ കാണുന്നു, ദൈവസഭയിൽ ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം, പരസ്പരം ബഹുമാനിക്കണം, താഴ്മ കാണിക്കണം, യേശുവിന്റെ മനോഭാവം ഉണ്ടാകണം, ത്യാഗപൂർണമായി സ്നേഹിപ്പാനും ക്ഷമിപ്പാനും നമുക്ക് കഴിയണം. യേശുവിനെ പറ്റി പറയുന്നത് the man for others, മറ്റുള്ളവർക്കുള്ള മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം. ഈ കൊറോണ കോണ്ടക്സ്റ്റ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം. മൂന്നാമത് നോക്കുമ്പോൾ we can see, rejoice in the Lord always, and I say rejoice. Twice he mentioned here, rejoice in the Lord. In this letter we can see a river of joy flowing. ഒരു സന്തോഷത്തിന്റെ നദി തന്നെ ഒഴുകുന്നതായി കാണുവാൻ സാധിക്കും. ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഭവനത്തിലൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തെ സന്തോഷിക്കാൻ കഴിയുമോ? ലാസ്റ്റ് വീക്ക് ഐ വിസിറ്റഡ് സം ഓഫ് മൈ ചർച്ച് മെമ്പേഴ്സ്. അവരെ വിസിറ്റ് ചെയ്തപ്പോൾ ഒത്തിരി വ്യത്യാസം അതിൽ കണ്ടു. ചിലരുടെ താടി വളർന്നു, ചിലരുടെ മുടി വളർന്നു. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു പയ്യന്റെ നഖമൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നു. ഞാൻ വാട്സാപ്പ് പറ്റും, പക്ഷേ ലോക്ക്ഡൌൺ അല്ലേ, ജയിൽ പോയാ കഴിയുന്നു, സന്തോഷമെല്ലാം പോയി. ഒരു ലോക്ക്ഡൌൺ വരുമ്പോൾ പോകുന്ന സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. കഷ്ടങ്ങളുടെ മധ്യേ സന്തോഷിപ്പാൻ നമുക്ക് കഴിയുമോ? ആർ വി ഏബിൾ ടു റിജോയ്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സഫറിംഗ്സ്? നഷ്ടങ്ങളുടെ മധ്യേ നമുക്ക് സന്തോഷിപ്പാൻ സാധിക്കുമോ? ഹബക്കൂക്കിന്റെ ജീവിതം വളരെ നമുക്ക് പ്രചോദനം നൽകുന്നതാണ്. ജനത്തിന്റെ പിന്മാറ്റവസ്ഥയിൽ ദൈവത്തോട് പറ്റി നിന്ന പ്രവാചകനായിരുന്നു ഹബക്കൂക്ക്. തന്റെ വേർഡ് മീനിങ്ങിൽ തന്നെ ആലിംഗനം ചെയ്യുക. നോക്കിയേ, കൊറോണ കൊണ്ട് നമുക്ക് ആലിംഗനം ചെയ്യാൻ പറ്റിയ ഹാൻഡ് പ്രൈസിലോട് പറയാൻ പറ്റിയ അങ്ങനത്തെ കാലത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരും കൈകുപ്പി കാണിക്കുക ഇന്ത്യൻ കോൺഗ്രസ്. തന്റെ ഒരു ഹിം ഓഫ് ഫെയ്ത്ത് ഉണ്ട്. ഹബക്കൂക്ക് chapter 3 verse 17 to 19. There we can see
though the fig tree does not budge, and there are no grapes on the vines, though the olive crops fades and fields produce no food, though there are no sheep in the pen and no cattle in the stalls. In verse 18, he said, yet I will rejoice in the Lord. I will be joyful in God my Savior. നഷ്ടങ്ങളുടെ നീണ്ട ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുന്നു, എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്കിനെ പോലെ ദൈവത്തെ സന്തോഷിക്കാൻ കഴിയുമോ? In First Thessalonians chapter 5 verses 16 and 17 we can see Paul mentioned, rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Christ Jesus. എപ്പോഴും സന്തോഷിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുക. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. Then Philippians chapter 4 verse 6 we can see Paul mentioned about, do not anxious about anything, but in every situation by prayer and petition with thanksgiving present your request to God. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Do not anxious about anything. മത്തായിയുടെ സുവിശേഷം 6-25 വാക്യത്തിൽ കാണുന്ന യേശു പറയുന്നു, do not worry. Do not worry about your life, what you will eat or drink, or about your body, what you will wear. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പണ്ട് ചിന്തിച്ച കാലഘട്ടമുണ്ടെന്നാൽ ഇന്ന് ദൈവം നമുക്ക് എല്ലാം തന്നു. എന്നാൽ നമ്മുടെ സമശിഷ്ടങ്ങളൊക്കെ പലരും പലവിധമായ പ്രശ്നത്തിലായിരിക്കുന്നവരുമുണ്ട്. എല്ലാ സാഹചര്യങ്ങളും മാറി മറിയുക. ഈ COVID-19 പശ്ചാത്തലത്തിൽ നാളെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. നമ്മുടെ ബാങ്കിൽ പണമുണ്ടെങ്കിലും ആഹാര സാധനം യഥേഷ്ടം ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഭക്ഷിക്കുവാൻ സാധ്യമല്ല. സ്കേഴ്സിറ്റി വരാം, പക്ഷേ ഏത് കോൺസിന് പുലർത്തുവാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. യേശു പറയുന്നു, പറവകൾ നോക്കുക, വയലെ താവടി നോക്കുക, അതിനെല്ലാം പുലർത്തുന്നത് ദൈവമല്ലേ. നമുക്കറിയാം, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നവരാണ്. റിക്വാറിന്റെ പുസ്തകത്തിൽ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ പറയുന്നത്, ഒരു പിതാവ് മകനെ ജനിച്ച ശേഷമാണ് കാണുന്നത്, പക്ഷേ അതിനുശേഷം പല പിതാക്കന്മാരും മാതാക്കളെ കരുതുന്നത്. എന്നാൽ നമ്മൾ ജനിക്കുന്ന മുമ്പ് തന്നെ നമ്മൾക്ക് വേണ്ടി കരുതിയ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുതൽ ദൈവത്തിന്റെ സ്വന്തം കുമാരൻ നമുക്ക് വേണ്ടി നൽകിയതാണ്, നിത്യജീവൻ തന്നതാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുതലും സമ്മാനം. 1 പത്രോസ് 5:7 കാണുവാൻ സാധിക്കുന്നു, കാസ്റ്റ് ഓൾ യുവർ ആൻസൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. ഇന്ന് ഈവനിങ്ങിൽ ഭാരത്തോടെ വേദനയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, നിങ്ങളിവിടെ കരുതുന്ന, നിങ്ങളെ പുലർത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അവസാനമായി പറയുന്ന ഭാഗം എന്റെ ചിന്തയോടനുബന്ധിച്ച് 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തോട് അപേക്ഷിച്ചാൽ, സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. In Gospel of John chapter 14 we can see
the farewell discourses of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ farewell discourses കാണുവാൻ സാധിക്കും. അതിൽ പറയുന്ന 3 വാക്യങ്ങൾ വളരെ ചിന്തനീയമാണ്. എന്റെ ഭാഷയിൽ 3 ബ്ലാങ്ക് ചെക്കുകൾ എഴുതി കൊടുത്തിട്ടാണ് യേശു അവരെ വിട്ടു പോകുന്നത്. ഒന്ന് 14-13 നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഒരു അഷുറൻസ് ആണ്. നിങ്ങൾ അപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. 14-13 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പോയ മറ്റൊരു കാര്യത്തിന് അയച്ചു തരും. നിങ്ങൾ ഒരു ഓർഫനായി മാറിയാൽ അനാഥരായി തീരുകയില്ല. 14-27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരുടെയും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലുണ്ടായിരുന്ന ഒരു ഫേമസ് ജോയ് ബ്രദറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾ വായിച്ചതാണ് പത്രത്തിൽ. യുഎയിലെ സമ്പന്നനായ വ്യക്തി, കോടിക്കണക്കിന് മുതലുള്ള വ്യക്തി, ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ബിസിനസ് തകർച്ച മൂലം സ്വന്തം മകന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ 14ാമത്തെ നിലയിൽ താഴെച്ചാടി ആത്മഹത്യ ചെയ്തു. കോവിഡ് ആണെന്ന് പേടിച്ച പല പോലീസ് ഓഫീസർമാരും കേരളത്തിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തു. എന്തിനു പറയുന്നു? ജർമ്മനിയിലെ ഒരു പ്രോവിൻസ് ഫിനാൻസ് മിനിസ്റ്റർ പോലും കോവിഡിനെ ഭയന്ന്, നാളത്തെ സമ്പദ് വ്യവസ്ഥയെ ഭയന്ന് ആത്മഹത്യ ചെയ്തു. എന്നാൽ പ്രതിസന്ധി മധ്യേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിന് മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രതിസന്ധി മധ്യേ ഏകചിന്തയോടെ ഇരുപ്പാൻ ദൈവജനത്തിന് കഴിയുള്ളൂ. പ്രതിസന്ധി മധ്യേ കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവജനത്തിന് കഴിയും. ആഗ്രഹങ്ങൾ വരുമ്പോൾ സ്വർഗീയ പിതാവിൽ ആശ്രയിപ്പാൻ തന്റെ ജനത്തിന് കഴിയും. ഏത് പ്രതിസന്ധി കാലഘട്ടങ്ങളിലും ദൈവ സാന്നിധ്യവും ദൈവസമാധാനവും ദൈവജനത്തിന് അനുഭവിക്കാൻ കഴിയും. യേശു പറഞ്ഞു, മൈ പ്രസൻസ് ഈസ് വിത്ത് യു, എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. മൈ പ്രൊട്ടക്ഷൻ ഈസ് വിത്ത് യു, എന്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ട്. മൈ പവർ ഈസ് വിത്ത് യു, എന്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ അത്യന്തികമായ ശക്തി പ്രാപിച്ചു മുന്നേറുവാൻ ദൈവം കൃപ നൽകും. മൈ പീസ് ഇസ് വിത്ത് യു, എന്റെ സമാധാനം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പാട്ടുകാരൻ പാടും, ഐ ക്യാൻ ഫേസ് ടുമോറോ, നാളെ അഭിമുഖീകരിപ്പാൻ എനിക്ക് കഴിയും. കാരണം ചോദിച്ചാൽ താൻ വാഴുകയാൽ എനിക്ക് ആകുലമില്ല. ആ പാട്ടിന്റെ 4 ലൈൻ പാടി അവസാനിക്കും. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിൽ നോർത്താൻ ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. പ്രിയരെ, നമ്മുടെ ദൈവം സ്വർഗത്തിൽ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല. സകലത്തെ ഭരിക്കുന്ന, സകലത്തെ നിയന്ത്രിക്കുന്ന, സകലത്തെ പരിപാലിക്കുന്ന, സകല ലോകത്തിനെ സൗഖ്യമാക്കുന്ന ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച ടൊറന്റോ സഭയ്ക്ക് എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.